റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമുക്ക് ഹോംവർക്ക് ഉണ്ടായിരുന്നു. ഹോംവർക്ക് നോക്കാം. പേജ് നമ്പർ 62-ലെ ഹോംവർക്കാണ് നമ്മളുണ്ടായിരുന്നത്. 3യുടെ ടേബിൾ എഴുതിയിട്ട് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ 3യുടെ ടേബിൾ ഇവിടെ എഴുതിയിട്ട് 3⁻1 3 സ്ക്വയർ 3⁻10 വരെ ടേബിൾ എഴുതി. എന്നിട്ട് ക്വസ്റ്റ്യൻ 81 × 9നെ ടേബിൾ നോക്കി 81 3⁻4 എഴുതി ഇൻറ്റു 9 3 സ്ക്വയർ ആഡ് ചെയ്യുമ്പോൾ 3⁻4 × 3⁻6 ആഡ് ചെയ്യുമ്പോൾ എക്സ്പോണൻസ് ആഡ് ചെയ്യുമ്പോൾ 3⁻6 ആയി. 3⁻6ന്റെ ആൻസർ ടേബിൾ നോക്കി 729. അതുപോലെ 729 ടേബിൾ നോക്കി 3⁻6 ഇൻറ്റു 81 ടേബിൾ നോക്കിയപ്പോൾ 3⁻4 ആണ്. പ്രോഡക്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്, അതുകൊണ്ട് എക്സ്പോണൻസ് ആഡ് ചെയ്തു. 3⁻10 3⁻10ന്റെ ആൻസർ 59,049 ടേബിൾ നോക്കി എഴുതി. അതുപോലെ 2187 × 9 that is 3⁻7 × 3⁻2 equal to 7 + 2 ആഡ് ചെയ്തപ്പോൾ 3⁻9. ആൻസർ ടേബിൾ നോക്കിയിട്ട് 19,683. നെക്സ്റ്റ് 6,561 ഡിവൈഡഡ് ബൈ 243. ഇവിടെ ഡിവിഷൻ ആണ്, അതുകൊണ്ട് ബൈ എഴുതണം. 6,561 ടേബിളിൽ 3⁸ ബൈ 243 5 3⁵5 equal to 3⁵3 equal to 27. Next 243 into 81. 243 is 3⁵5 into 81 is 3⁴. Multiplication ആണ്, അതുകൊണ്ട് എക്സ്പോണൻസ് ആഡ് ചെയ്തു. 3⁵5 + 4 3⁹9 3⁹9 19,683. Next 2187 divided by 9. 2187 is 3⁻7 by division ആണ്, അതുകൊണ്ട് by 3⁻2. That is equal to 3⁻7 - 2 3⁵5 equal to 243. Next 59,049, that is 3⁻10. 729 is 3⁻6. 729 is 3⁻6. 3⁻10 by 3⁻6. 10 - 6 ചെയ്തു 3⁻4 equal to 80. നമ്പേഴ്സിന്റെ പവറിന്റെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഇപ്പൊ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഈ നെക്സ്റ്റ് സെക്ഷൻ പവർ ഓഫ് പവേഴ്സ്. അത് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. 3⁻6 എഴുതിയിട്ടുണ്ട്, അതിന് മുകളിൽ ഒരു പവർ ഉണ്ട് 2 ഉണ്ട്. അപ്പൊ 3⁻6 ഹോൾ സ്ക്വയർ വായിക്കേണ്ടത് 3⁻6 ഹോൾ സ്ക്വയർ. 3⁻6 ഹോൾ സ്ക്വയറിന് മുകളിലത്തെ സ്ക്വയർ എന്ന് വെച്ചാല് 3⁻6നെ 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 3⁻6 ഇൻറ്റു 3⁻6. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ പവേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് വന്നു? 3⁻, എന്ത് വേണം? ഈ 6ഉം 6ഉം ആഡ് ചെയ്യണം. 3⁻6 + 6 equal to 3⁻12. അപ്പൊ 3⁻6 ഹോൾ റേസ് ടു 2 equal to ആൻസർ എന്ത് വന്നു? 3⁻12. 3⁻6 whole raised to 2 equal to 3⁻12 ആൻസർ. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. 4⁻3 whole raised to 3. 4ന് പവർ 3 ഉണ്ട്, അതിന് നമുക്ക് കൂടി ഒരു പവർ കൂടി ഉണ്ട് 3. അപ്പൊ എങ്ങനെ ചെയ്തു? 4⁻3 whole raised to 3യുടെ മീനിങ് എന്താ? 4⁻3 3 ടൈംസ് എഴുതിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 4⁻3 ഇൻറ്റു 4⁻3 ഇൻറ്റു 4⁻3. പവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് വേണം? എക്സ്പോണൻസ് ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 4⁻, എക്സ്പോണൻസ് 3 + 3 + 3. 4⁻3 + 3 + 3. That is equal to 4⁻3 + 3 6 + 3 9. 4⁻9. അപ്പോൾ 4⁻3 whole raised to 3 എന്ന് പറയുന്നത് 4⁻9. 4⁻3 whole raised to 3 equal to 4⁻9. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. 5⁻2 whole raised to 4. whole raised to 4 എന്ന് പറഞ്ഞാൽ 5⁻2നെ 4 ടൈംസ് എഴുതി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 5⁻2 ഇൻറ്റു 5⁻2 ഇൻറ്റു 5⁻2 ഇൻറ്റു 5⁻2. മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് വേണം? സെയിം ബേസ് ആണ്, എക്സ്പോണൻസ് ആഡ് ചെയ്യണം. അപ്പോൾ 5⁻2 + 2 + 2 + 2. That means 5⁻2 2 + 2 4 + 2 6 + 2 8. അപ്പോൾ 5⁻2 whole raised to 4 equal to 5⁻8. 3 എഴുതിയിട്ടുണ്ട് നമ്മൾ.
ഇനി ഇതൊന്നും എഴുതാതെ എങ്ങനെ എഴുതാം? 3�6 ഹോൾ റേസ് ടു 2 ഈക്വൽ ടു 3⁻12 കിട്ടി. 12 എങ്ങനെയാണ് കിട്ടിയത്? ഇവിടെയുള്ള രണ്ട് പവർ, ഒന്ന് 6 പിന്നെ ഒന്ന് 2, ആ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 12 കിട്ടി. അതുപോലെ 4⁻3 ഹോൾ റേസ് ടു 3, ഈ രണ്ട് പവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 3 × 3 9. അതുപോലെ 5⁻2 ഹോൾ റേസ് ടു 4 2 × 4 8. ഇപ്പൊ എന്ത് എഴുതിയാൽ മതി? ഒരു നമ്പറിന്റെ പവറിന്റെ പവർ, ദാറ്റ് മീൻസ് പവർ ഓഫ് എ പവർ കാണാൻ ആ രണ്ട് പവേഴ്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എക്സാമ്പിൾസ് നോക്കാം. 3⁻2 ഹോൾ റേസ് ടു 4, ആൻസർ എന്തായിരിക്കും? ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ആൻസർ എന്താ? 3⁻2 × 4 ഈക്വൽ ടു 3⁻8. 2⁻10 ഹോൾ റേസ് ടു 16, ആൻസർ എന്തായിരിക്കും? 2�10 മൾട്ടിപ്ലൈ ഇൻറ്റു 16 ഈക്വൽ ടു 2⁻160. അപ്പൊ ഏത് നമ്പറിന്റെയും പവർ ഓഫ് പവർ ഇങ്ങനെ എഴുതിയാൽ മതി. ഈ രണ്ട് പവേഴ്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി ജനറൽ ആയിട്ട് പവർ ഓഫ് എ പവർ എങ്ങനെ എഴുതാൻ നോക്കാം. x⁻m ഹോൾ റേസ് ടു n ഈക്വൽ ടു x⁻m × n മീൻസ് mn. എക്സ് ഏത് നമ്പറും ആവാം. എക്സ് വേണമെങ്കിൽ ഫ്രാക്ഷൻ ആവാം, എക്സ് വേണമെങ്കിൽ ഡെസിമൽ നമ്പർ ആവാം, എന്തും ആവാം. എന്നും എമ്മും എന്തായിരിക്കും? നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഫ്രാക്ഷൻ എങ്ങനെയാണ് നോക്കാം. 2/3 ഫ്രാക്ഷൻ ആണ്. അപ്പോൾ ഒരു ബ്രാക്കറ്റ് ഉണ്ട്, സ്ക്വയർ. വീണ്ടും ആ പവറിന് വീണ്ടും പവർ ആകുമ്പോൾ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതി ഹോൾ റേസ് ടു 4. അപ്പൊ ആൻസർ എന്തായിരിക്കും? 2/3 റേസ് ടു, ഈ രണ്ട് പവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 2 × 4, ദാറ്റ് ഈസ് ഈക്വൽ ടു 2/3 ഹോൾ റേസ് ടു 2 × 4 8. ഫ്രാക്ഷൻ ആയാലും ഡെസിമൽ നമ്പർ ആയാലും പവർ ഓഫ് എ പവർ കാണാൻ എന്ത് ചെയ്താൽ മതി? ആ രണ്ട് പവേഴ്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പേജ് നമ്പർ 64 ക്വസ്റ്റ്യൻ. റൈറ്റ് ദ ഫോളോയിങ് ആസ് എ സിംഗിൾ പവർ. 4⁻2 ഹോൾ റേസ് ടു 3. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേക്കുന്നത്? ഇപ്പൊ ഇവിടെ രണ്ട് പവർ ഉണ്ട്, ഒരു പവർ ആക്കി എഴുതണം. 4⁻2 ഹോൾ റേസ് ടു 3ല് 4ന് 2 ഉണ്ട് പവർ, അത് മുഴുവൻ, പിന്നെ ഒരു പവർ കൂടി ഉണ്ട് 3 ഉണ്ട്. അപ്പൊ ഇതിനെ സിംഗിൾ പവർ ആക്കി എഴുതാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 4⁻2 ഈ രണ്ട് പവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ 2 × 3 ഈക്വൽ ടു 4⁻6 ഇസ് ദ ആൻസർ. ഒരൊറ്റ പവറായി, ഒരു സിംഗിൾ പവറാണ്. ആൻസർ അല്ല ചോദിച്ചേക്കുന്നത്, ഒരു സിംഗിൾ പവർ ആയിട്ട് എഴുതാൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ 4⁻6. അടുത്ത ക്വസ്റ്റ്യൻ. 3⁻3 ഹോൾ സ്ക്വയർ ഇൻറ്റു 9⁻4, അതായത് സിംഗിൾ പവർ ആയിട്ട് എഴുതും. അപ്പൊ ആദ്യം ഇവിടെ 3⁻3 ഹോൾ റേസ് ടു 2നെ നമുക്ക് എന്ത് എഴുതാം? 3⁻2. 3 ഹോൾ റേസ് ടു 2നെ 3 × 2 മൾട്ടിപ്ലൈ ചെയ്തു ഇൻറ്റു 9⁻4. അപ്പൊ 3⁻3 × 2 6 × 9⁻4. ഇവിടെ 3⁻6ഉം 9�4ലും രണ്ടിന്റെയും ബേസ് ഡിഫറെന്റ് ആണ്. ഒന്നില് 3 ആണ്, ഒന്നില് 9 ആണ്. അപ്പൊ നമുക്ക് എക്സ്പോണൻസ് ആഡ് ചെയ്യാൻ പറ്റില്ല. എക്സ്പോണൻസ് ആഡ് ചെയ്യണ എന്ത് വേണം? ഈ താഴെയുള്ള നമ്പർ, അതിന്റെ ബേസ് എന്നാണ് പറയുന്നത്, ബേസ് സെയിം ആയിരിക്കണം. അപ്പൊ നമുക്കിവിടെ ബേസ് സെയിം ആക്കാൻ പറ്റുമോ നോക്കാം. ബേസ് സെയിം ആക്കണമെങ്കിൽ 3⁻6 അതുപോലെ തന്നെ എഴുതി. 9നെ 3ന്റെ പവേഴ്സ് ആയിട്ട് എഴുതാൻ പറ്റുമോ നോക്കി. 9നെ 3ന്റെ പവേഴ്സ് ആയിട്ട് എഴുതാൻ പറ്റും. 9 ഈക്വൽ ടു 3². അപ്പൊ 9ന്റെ 3യുടെ പവർ ആയിട്ട് എഴുതാം. അപ്പൊ 9ന് പകരം എന്താ എഴുതാം? 3⁻2 ഹോൾ റേസ് ടു 4 വന്നു. 9നെ 3² എഴുതി, പിന്നെ ബ്രാക്കറ്റ് ഇട്ട് ഇവിടെ ഓൾറെഡി ഒരു പവർ ഉണ്ട്, ആ ബ്രാക്കറ്റ് ഇട്ട് ആ പവർ എഴുതി. അപ്പൊ 3⁻2 ദാറ്റ് ഈസ് ഈക്വൽ ടു 3⁻6 ഇൻറ്റു 3⁻2 ഹോൾ റേസ് ടു 4ന് നമുക്ക് എന്ത് ചെയ്യാം? ഒറ്റ പവർ ആക്കി എഴുതാം. ഒറ്റ പവർ ആക്കി എഴുതണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 2 × 4, 2 × 4, that is equal to 3⁻6 into 3⁻2 into 4 3⁻8. ഇപ്പൊ എന്തായി? രണ്ടും സെയിം ബേസ് ആണ്, അതിന് രണ്ടിനും എക്സ്പോണൻസ് ഉണ്ട്. അതായത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? എക്സ്പോണൻസ് ആഡ് ചെയ്താൽ മതി. അപ്പൊ 3⁻6 + 8 ഈക്വൽ ടു 3⁻14. 3⁻14 is the answer. ഇപ്പൊ അത് സിംഗിൾ പവർ ആയി. 3ക്ക് ആകെ ഒറ്റ പവർ ഉള്ളൂ, 14 മാത്രം. 3⁻14 is the answer. Next question. 1/2 whole raised to 3 whole raised to 4. 1/2ന് ഒരു പവർ ഉണ്ട്, അത് ബ്രാക്കറ്റിൽ ഇട്ടേക്കുന്നു, പിന്നെ സ്ക്വയർ ബ്രാക്കറ്റ് എഴുതി 4 എഴുതിയേക്കുന്നു. ഒറ്റ പവർ ആക്കാൻ എന്ത് ചെയ്താൽ മതി? രണ്ട് പവറും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. x⁻m whole raised to n equal to x⁻m. അത് യൂസ് ചെയ്യുമ്പോൾ 1/2 whole raised to 3 into 4
equal to 1 by 2, 3 into 4 whole raised to 12. 1 by 2 whole raised to 12 is the answer. Next question, 2 raised to 3 whole raised to 4 into 2 raised to 6. ഇവിടെ രണ്ട് 2's ഉണ്ട്. ഇതിൽ ഒരു 2-ന് 2 പവർ ഉണ്ട്, മറ്റേതിന് 1 പവറും. അപ്പോൾ ആദ്യം ഈ 2 പവറിനുള്ള സിംഗിൾ പവർ ആക്കുമ്പോൾ 2 raised to 3 into 4 ചെയ്യാം. 3 into 4 into 2 raised to 6. 2 raised to 3 into 4 is 12 into 2 raised to 6. ഇപ്പം എന്തായി? രണ്ട് സെയിം നമ്പേഴ്സിന്റെ പവേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ. അങ്ങനെ ചെയ്യത് എക്സ്പോണൻസ് ആഡ് ചെയ്യുക. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 raised to 12 plus 6 equal to 2 raised to 12 plus 6 18. 2 raised to 18 ആകെ ഒറ്റ പവറായി മാറി. 2 raised to 18. ഇവിടെ ഈ 2-ന് 2 പവറും ഇവിടെ ഈ 2-ന് 1 പവറും ഉണ്ടായിരുന്നു. അതൊക്കെ കൂടി പോയി ആൻസർ 2 raised to 18. നെക്സ്റ്റ് നമുക്ക് 16 ഈക്വൽ ടു 2 raised to 4 ആണ് പറയുന്നത്. അതുപോലെ 16 ഈക്വൽ ടു 4 സ്ക്വയർ ആണ്. 16 ഈക്വൽ ടു 16 raised to 1 ആണ്. 16 2 raised to 4 16 ആണ്. 4 സ്ക്വയർ 16 ആണ്. 16 raised to 1ഉം 16 ആണ്. 16നെ പല നമ്പേഴ്സിന്റെ പവേഴ്സ് ആയിട്ട് എഴുതിയേക്കണം. അതായത് 16നെ 2 raised to 4 2ന്റെ പവർ ആയിട്ട് എഴുതി. 4 raised to 2 that means 4ന്റെ പവർ ആയിട്ട് എഴുതി. 16 raised to 1. 16 എന്ന് പറഞ്ഞ ഒരു നമ്പറിനെ ഡിഫറെന്റ് നമ്പേഴ്സിന്റെ പവേഴ്സ് ആയിട്ട് എഴുതാൻ പറ്റി. 2ന്റെ പവർ ആയിട്ട് എഴുതി, 4ന്റെ പവർ ആയിട്ട് എഴുതി, 16ന്റെ പവർ ആയിട്ടും എഴുതാൻ പറ്റി. അപ്പോൾ ഒരേ നമ്പറിനെ പല ഡിഫറെന്റ് നമ്പറിന്റെ പവേഴ്സ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. നമുക്ക് അടുത്തൊരു നമ്പർ കൂടി നോക്കാം. അടുത്ത നമ്പർ നമ്മൾ 64 എടുത്തു. 64 equal to 2 raised to 6 ആണ്. 64 equal to 4 raised to 3 ആണ്. 64 equal to 8 square. 64 equal to 64 raised to 1. 2 raised to 6 64 ആണ്. 4 raised to 3 64 ആണ്. 8 square 64 ആണ്. 64 raised to 1 64 ആണ്. എല്ലാ നമ്പറിനെയും നമുക്ക് അതേ നമ്പർ raised to 1 എഴുതാം. അപ്പോൾ 64നെ 2ന്റെ പവർ ആയിട്ട് എഴുതാൻ പറ്റും, 4ന്റെ പവർ ആയിട്ട് എഴുതാൻ പറ്റും, 8ന്റെ പവർ ആയിട്ടും എഴുതാൻ പറ്റും. അപ്പോൾ 64 എന്ന് പറഞ്ഞ സെയിം നമ്പറിനെ മറ്റു പല നമ്പേഴ്സിന്റെ പവേഴ്സ് ആയിട്ട് എഴുതാൻ പറ്റും. ദാറ്റ് മീൻസ് 2 raised to 6 equal to 4 raised to 3 equal to 8 raised to 2 equal to 64 raised to 1. അത് നമുക്ക് എല്ലാ നമ്പറിനും അറിയാം 64 raised to 1 എഴുതാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ ചെയ്യേണ്ടത് 2 raised to 6 എന്ന് തന്നു. അത് 64 ആണ്. ആ 2 raised to 6 എന്ന് പറഞ്ഞ നമ്പറിനെ മറ്റു പല നമ്പേഴ്സിന്റെ പവേഴ്സ് ആയിട്ട് എങ്ങനെ എഴുതാൻ പറ്റും നമുക്കിത് അറിയാം. ഇത് എങ്ങനെ എഴുതും എന്നാണ് നോക്കുന്നത്. അപ്പൊ 2 raised to 6നെ മറ്റു രണ്ട് പവേഴ്സ് ആയിട്ട് എഴുതണമെങ്കിൽ ആദ്യം 6ന്റെ ഫാക്ടേഴ്സ് നമുക്ക് നോക്കി. 6ന്റെ ഫാക്ടേഴ്സ് 1 1 into 6 6 ആണ്. നെക്സ്റ്റ് 2 into 3 6 ആണ്. 1 into 6ഉം 2 into 3ഉം 6 ആണ്. അപ്പോൾ നമുക്ക് പവർ ആയിട്ട് എഴുതണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. വേറൊരു പവർ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഈ 2 raised to 6നെ ഈ രണ്ട് നമ്പേഴ്സ് 6ന്റെ രണ്ട് ഫാക്ടേഴ്സ് എടുത്തു. അപ്പോൾ 2 raised to 1 whole raised to 6 എന്ന് എഴുതാം. 1 താഴെ എഴുതി 6 മുകളിൽ എഴുതി. അടുത്ത നമ്പർ കിട്ടാൻ 2 raised to 6 താഴെ എഴുതി മുകളിൽ 1 എഴുതി. നെക്സ്റ്റ് 2 into 3 ഉണ്ട്. 6ന്റെ രണ്ട് ഫാക്ടേഴ്സ് ആണ് 2ഉം 3ഉം. അപ്പൊ അതിൽ എഴുതാൻ എന്ത് വേണം? 2 raised to 2 എഴുതി, whole raised to 3 എഴുതി. നെക്സ്റ്റ് 3നെ താഴെ എഴുതി 2 raised to 3 whole raised to 2 എഴുതി. ഇനി ഇതിന്റെ ആൻസേഴ്സ് നോക്കാം. 2 raised to 1 എന്ന് പറഞ്ഞാൽ 2 raised to 6 സെയിം നമ്പർ ആണ്. അപ്പൊ അത് എഴുതേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് 2 raised to 6 whole raised to 1 that is what is that 61 raised to 1 അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അടുത്തത് 2 raised to 2 whole raised to 3. 2 raised to 2 എന്ന് പറയുന്നത് എന്താ? 4 raised to 3. അപ്പൊ 2 raised to 6ന്റെ വേറൊരു പവർ കിട്ടി നമുക്ക്. നെക്സ്റ്റ് 2 raised to 3 whole raised to 2.
ആ 2�3 എന്ന് പറഞ്ഞാൽ 8 ആണ്, 8 സ്ക്വയർ. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി. 2�6നെ വേറെ നമ്പേഴ്സിന്റെ പവേഴ്സ് ആയിട്ട് എഴുതാൻ 4�3ന്നും കിട്ടി, 8�2 എന്നും കിട്ടി. നെക്സ്റ്റ് 3�12. 3�12 എന്ന് പറയുന്ന നമ്പർ ഏതാണെന്ന് അറിയില്ല. 3�12നെ വേറെ ഏതൊക്കെ നമ്പേഴ്സിന്റെ പവേഴ്സ് ആയിട്ട് എഴുതാൻ പറ്റും അതൊക്കെ എഴുതാം. അപ്പൊ അത് ഏതൊക്കെ വിധത്തിൽ എങ്ങനെയെല്ലാം എഴുതാമെന്നാണ് നമ്മൾ നോക്കുന്നത്. 12ന്റെ ഫാക്ടേഴ്സ് നമുക്ക് എഴുതി നോക്കാം. 12ന്റെ ഫാക്ടേഴ്സ് എഴുതി നോക്കുമ്പോൾ 1 × 12 12 ആണ്. 2 കൊണ്ട് ചെയ്യുമ്പോൾ 2 × 6 ഉണ്ട്. 3 കൊണ്ട് ചെയ്യുമ്പോൾ 3 × 4 ഉണ്ട്. ഇനി വേറെ ഫാക്ടേഴ്സ് ഒന്നുമില്ല. 1 × 12 എടുത്തു. അപ്പൊ 3⁻1 ഇവിടെ എഴുതി, മുകളിൽ 12 എഴുതി. നെക്സ്റ്റ് 3⁻12 താഴെ എഴുതി, അതിന്റെ മുകളിലത്തെ പവറായിട്ട് 1 എഴുതി. നെക്സ്റ്റ് 2 × 6 നോക്കി. 2 × 6ന് 3⁻2 എഴുതി, മുകളിൽ 6 എഴുതി. അടുത്തത് 3⁻6 എഴുതി, മുകളിൽ 2 എഴുതി. നെക്സ്റ്റ് 3 × 4 എടുത്തു. അപ്പൊ 3⁻3 എഴുതി. അടുത്തത് 3⁻4 താഴെ എഴുതി, 3 എഴുതി. ഇതിൽ 3⁻1 എന്ന് പറയുന്നത് ഈ സെയിം നമ്പർ, അത് നമ്മൾ ഒരിക്കലും കൺസിഡർ ചെയ്യണ്ട. ഇനി 3⁻12 എന്ന് പറയുന്നത് അതൊരു വേറെ പവറാണ്. പക്ഷെ അത് ലാർജർ നമ്പർ ആകുമ്പോൾ നമുക്ക് അതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ വിഷമം. അപ്പൊ ഇത് രണ്ടും കൺസിഡർ ചെയ്യണ്ട. ഇത് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല, ബാക്കിയുള്ളതൊക്കെ കൺസിഡർ ചെയ്താൽ മതി. അപ്പൊ 3⁻2 ആൻസർ 3² ആൻസർ 9�6. അപ്പൊ 9�6ഉം 3⁻12ഉം ഈക്വൽ ആയി. നമുക്ക് എന്താ എഴുതേണ്ടത്? 3⁻12 എന്ന് പറഞ്ഞ നമ്പറിനെ വേറൊരു നമ്പറിന്റെ പവർ ആയിട്ട് എഴുതി. അപ്പൊ ഇപ്പൊ 9ന്റെ 6th പവർ ആയിട്ട് എഴുതാൻ പറ്റി. അപ്പൊ ഇത് കഴിഞ്ഞു. നെക്സ്റ്റ് 3⁻3 4. 3⁻3 എന്ന് പറഞ്ഞാൽ 3 × 3 9 × 3 27⁻4. വേറൊരു വിധത്തിലും പറ്റി. 3⁻12നെ 27⁻4 എന്ന് എഴുതി. അതായത് 3ന്റെ പവറായ ഒരു നമ്പറിനെ നമ്മൾ 27ന്റെ പവറായിട്ട് എഴുതാൻ പറ്റും. ഇത് രണ്ടും ഈക്വൽ ആണ്. നെക്സ്റ്റ് 3⁻6 2. 3⁻6 എത്രയാ? 729. 729 മുകളിലത്തെ 2 ബ്രാക്കറ്റിനുള്ളിലുള്ള എന്റെ ആൻസർ എഴുതുക, മുകളിലത്തെ പവർ എഴുതുക. അപ്പൊ നമുക്ക് വേറെ ഒരു പവറിൽ ആൻസർ കിട്ടും. നെക്സ്റ്റ് 3⁻4 3. 3⁻4 എന്ന് പറഞ്ഞാൽ 81 അപ്പൊ 3⁻12നെ 9ന്റെ പവർ ആയിട്ട് എഴുതി, 27ന്റെ പവർ ആയിട്ട് എഴുതി, 729ന്റെ പവർ ആയിട്ട് എഴുതി, 81ന്റെ പവർ ആയിട്ട് എഴുതി. ഇത് പെട്ടെന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് എഴുതുന്നത്? ഇവിടെ ഫാക്ടേഴ്സ് ആക്കി എഴുതിയിട്ട് അതിൽ നിന്ന് എടുത്ത് എഴുതുന്നത്. 3⁻12നെ പല നമ്പേഴ്സിന്റെ പവേഴ്സ് ആയിട്ട് എഴുതി. പേജ് നമ്പർ 64ലെ ക്വസ്റ്റ്യൻ, ഈച്ച് ഓഫ് ദീസ് ആസ് പവേഴ്സ് ഓഫ് ഡിഫറെന്റ് നമ്പേഴ്സ്. 3⁻8നെ വേറെ നമ്പേഴ്സിന്റെ പവേഴ്സ് ആയിട്ട് എഴുതണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 8ന്റെ ഫാക്ടേഴ്സ് എഴുതി. 8 ഫാക്ടേഴ്സ് 1 × 8 8, 2 × 4 8. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, പിന്നെ 4 ഇവിടെ ഉണ്ട്. അപ്പൊ 1 × 8ഉം 2 × 4. അപ്പൊ 1 8 2 4. 3⁻1 നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് 3⁻1 എഴുതി. നെക്സ്റ്റ് 8 താഴെ എഴുതി, 3⁻8 നെക്സ്റ്റ് 3⁻2 × 4 എടുക്കുമ്പോൾ 3⁻2 അടുത്ത നമ്പർ ഈ 4 ബ്രാക്കറ്റിനുള്ളിൽ 3⁻4 2ന് ഇവിടെ 4ന് ഇവിടെ, അടുത്തതിൽ 4 ഇവിടെ 2 ഇവിടെ. നെക്സ്റ്റ് ഫാക്ടേഴ്സ് ഒന്നുമില്ല. ഫസ്റ്റ് വൺ നോക്കുക. 3⁻1 എന്ന് പറയുന്നത് 3⁻1 3⁻8 തന്നെയാണ്, ഈ നമ്പർ തന്നെയാണ്. ഇത് എഴുതേണ്ട ആവശ്യമില്ല. 3⁻2 അപ്പൊ ഈ ബ്രാക്കറ്റിനുള്ളിലുള്ള എന്റെ ആൻസർ ചെയ്ത് 3⁻2 എന്ന് പറയുന്നത് 9⁻4. 3⁻8ന്റെ ആൻസർ 6561. നെക്സ്റ്റ് 3⁻4ന്റെ ആൻസർ 81². അപ്പൊ 3⁻8ന്റെ പവേഴ്സ് 9⁻4 6561/1 81/2. ഈ നമ്പർ 3⁻8 നമുക്കിപ്പോ 6561 ആയതുകൊണ്ട് നമ്മൾ എഴുതി. ഇത് വലിയ നമ്പർ ആണെങ്കിൽ ഇത് എഴുതേണ്ട ആവശ്യമില്ല. 3⁻8 എന്നുള്ളത് 3യുടെ പവർ ആണ്. അതിനെ 9ന്റെ
പവറും 81ന്റെ പവറായിട്ട് നമ്മൾ എഴുതും. നെക്സ്റ്റ് നമ്പർ 4�6. അപ്പൊ 4�6 എന്നുള്ളത് 4ന്റെ പവറാണ്. ഇനി അത് വേറെ ഏതെങ്കിലും നമ്പറിന്റെ പവറാക്കി എഴുതാൻ പറ്റുമോ നോക്കുക, പവറാക്കി എഴുതുക. അപ്പൊ ആദ്യം 6ന്റെ ഫാക്ടേഴ്സ് എഴുതി. 6ന്റെ ഫാക്ടേഴ്സ് 1 × 6, പിന്നെ 6ന്റെ ഫാക്ടേഴ്സ് 2 × 3. ആദ്യം നമ്മൾ എന്ത് എഴുതുന്നു? 1 × 6 എടുക്കുമ്പോൾ 4⁻1 ഇവിടെ എഴുതി, ബ്രാക്കറ്റിന് മുകളിൽ 4⁻1 6. അടുത്തത് 4 എഴുതി, 6 ഇവിടെ എഴുതി, 4⁻6 1. അടുത്തത് 2 × 3 എടുക്കുമ്പോൾ 4 എഴുതി, ആദ്യം 2 ഇവിടെ എഴുതി, ബ്രാക്കറ്റിന് മുകളിൽ 3 എഴുതി. നെക്സ്റ്റ് 3 താഴെ എഴുതി, മുകളിൽ 2 എഴുതി. ഇനി ആൻസേഴ്സ് എഴുതും. 4⁻1 6 എന്ന് പറയുന്നത് ഈ 4⁻6 തന്നെയാണ്, അത് എഴുതേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് 4⁻2 3. 4⁻2 ആൻസർ എത്രയാ? 16⁻3. 96 നെക്സ്റ്റ് 4⁻3 എന്ന് പറയുന്നത് 4 × 4 16 × 4 64 സ്ക്വയർ. അപ്പോൾ 4ന്റെ പവറായ ഒരു നമ്പറിനെ നമ്മൾ 16ന്റെ പവറാക്കി എഴുതി, 4096ന്റെ പവറായിട്ട് എഴുതി, 64ന്റെ പവർ എഴുതി. 3 നമ്പേഴ്സിന്റെ പവറായിട്ട് എഴുതി. ഇത് കൂടാതെ 3 നമ്പേഴ്സിന്റെ പവർ. നെക്സ്റ്റ് നമ്പർ 2⁻15. 2⁻15 2ന്റെ പവറാണ്. അത് വേറെ നമ്പേഴ്സിന്റെ പവേഴ്സ് ആയിട്ട് എഴുതണം. അപ്പൊ നമ്മൾ 15ന്റെ ഫാക്ടേഴ്സ് എഴുതി നോക്കി. 15ന്റെ ഫാക്ടേഴ്സ് എഴുതി. 1 × 15. 15 ഓഡ് നമ്പർ ആണ്, അപ്പൊ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് 3 × 5. നെക്സ്റ്റ് വേറെ ഫാക്ടേഴ്സും ഇല്ല. അപ്പൊ 1 15 3 5 അതൊക്കെയാണ് ഫാക്ടേഴ്സ്. അപ്പൊ ആദ്യത്തെ നമ്പർ എഴുതാം. ആദ്യം 2⁻1 × 15 എടുത്തപ്പോൾ 1 ഇവിടെ എഴുതി, 15 മുകളിൽ എഴുതി. നെക്സ്റ്റ് 2⁻15 താഴെ എഴുതി, മുകളിൽ 1 എഴുതി. നെക്സ്റ്റ് 3 × 5 കൺസിഡർ ചെയ്യുമ്പോൾ 2⁻3 എഴുതി, 5 എഴുതി. നേരെ 2⁻5ന്റെ താഴെ എഴുതി, 3 എഴുതി. ഈ നമ്പേഴ്സ് എഴുതുമ്പോൾ 2⁻1 15 എന്നുള്ളത് സെയിം നമ്പർ, അത് വേണ്ട. 2⁻3 5. 2⁻3 എത്രയാ? 8�5. 2⁻15 വലിയ നമ്പറാണ്. വലിയ നമ്പർ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വിഷമം ഉണ്ടെങ്കിൽ എഴുതണ്ട. അല്ലെങ്കിൽ നമുക്ക് എഴുതാം 32,768⁻1. 2⁻15 എന്ന് പറയുന്നത് 32,768 ആണ്, ⁻1 എഴുതി. 2⁻5 എന്ന് പറയുന്നത് 32⁻3. 2⁻15 എന്നുള്ളതിനെ 8ന്റെ പവറായിട്ട് എഴുതി, 32,768ന്റെ പവറായിട്ട് എഴുതി, 32ന്റെ പവറായിട്ട് എഴുതി. അങ്ങനെ 3 ഡിഫറെന്റ് നമ്പേഴ്സിന്റെ പവറായിട്ട് എഴുതി. പവേഴ്സ് ഓഫ് ക്വസ്റ്റ്യൻ എന്താ? ഈ 2⁻15നെ മറ്റു പല നമ്പേഴ്സിന്റെയും പവേഴ്സ് ആയിട്ട് എഴുതണം. അപ്പൊ 2⁻15നെ 8ന്റെ പവറായിട്ട്, 32,768ന്റെ പവർ 32ന്റെ പവറായിട്ട് എഴുതി. 5⁻12നെ വേറെ നമ്പേഴ്സിന്റെ പവേഴ്സ് ആയിട്ട് എഴുതണം. അപ്പൊ നമ്മൾ 12ന്റെ ഫാക്ടേഴ്സ് എഴുതി. 1 × 12 12, 2 × 6 12, 3 × 4 12. വേറെ ഫാക്ടേഴ്സ് ഒന്നുമില്ല. അപ്പൊ 5⁻12നെ ആദ്യം 1 × 12 കൺസിഡർ ചെയ്യുമ്പോൾ 5⁻1 12. 5⁻12ന് താഴെ എഴുതുമ്പോൾ 5⁻12 നെക്സ്റ്റ് 2ഉം 6ഉം കൺസിഡർ ചെയ്യുമ്പോൾ 5⁻2 6. 5⁻6 നെക്സ്റ്റ് 3ഉം 4ഉം കൺസിഡർ ചെയ്യുമ്പോൾ 5⁻3 4. 5⁻4ന് താഴേക്ക് എഴുതി, 5⁻4 എഴുതേണ്ടത് ഇങ്ങനെ 1 × 12 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 5⁻1 എഴുതി, 12 മുകളിൽ എഴുതി. നെക്സ്റ്റ് നമ്പർ എഴുതുന്നത് 12 താഴെ എഴുതി, 1 മുകളിൽ എഴുതി. 2 6 എടുക്കുമ്പോൾ 5⁻2 താഴെ എഴുതി, മുകളിൽ ബ്രാക്കറ്റിന്റെ പുറത്ത് 6 എഴുതി. നെക്സ്റ്റ് 6 ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എഴുതി, 2 ബ്രാക്കറ്റിന്റെ പുറത്ത് എഴുതി. 3 താഴെ എഴുതി, 4 മുകളിൽ എഴുതി. 4 താഴെ എഴുതി, 3 മുകളിൽ എഴുതി. ഇനി ബ്രാക്കറ്റിലുള്ളതിന്റെ ഒക്കെ ആൻസർ എഴുതാം. 5⁻1 12 എന്ന് പറയുന്നത് 5⁻12 തന്നെയാണ്, അത് കൺസിഡർ ചെയ്യേണ്ട. നെക്സ്റ്റ് ഇവിടെ 5⁻12 5⁻12 എന്ന് പറഞ്ഞ വലിയ നമ്പറാണ്, അപ്പൊ അതും കൺസിഡർ ചെയ്യേണ്ട. വെറുതെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് സമയം പോകും. ബാക്കിയുള്ള 4 എഴുതിയാൽ മതി. 5⁻2 6. 5⁻2ന്റെ ആൻസർ 25⁻6. 5⁻3 4. 5⁻3 എന്ന് പറയുന്നത്
5 into 5 25 into 5 125 whole raised to 4. Next 5 raised to 6. But 5 6 times multiply my answer 15,625 whole raised to 2. Next 5 raised to 4. 5 raised to 4 answer 5 into 5 25 into 25 625 raised to 3. അപ്പോൾ ആൻസർ 24 raised to 6 125 raised to 4 15,625 raised to 2 625 raised to 3. അപ്പോൾ 5ന്റെ പവർ ആയ ഒരു നമ്പറിനെ 25ന്റെ പവർ ആക്കി 125ന്റെ പവർ ആക്കി 15,625ന്റെ പവർ ആക്കി 625ന്റെ പവർ ആയിട്ട് എഴുതിയപ്പോൾ 4 ഡിഫറെന്റ് നമ്പേഴ്സിന്റെ പവേഴ്സ് ആയിട്ട് എഴുതാൻ പറ്റി 5 raised to 12നെ. നെക്സ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ റൈറ്റ് ദ ഫോളോയിങ് ആസ് എ സിംഗിൾ പവർ. ഈ നമ്പേഴ്സിനൊക്കെ സിംഗിൾ പവർ, അതായത് ഇവിടെയൊക്കെ 2 പവർ ഉണ്ട് അല്ലേ, 2 പവർ ഉണ്ട്. ഇവിടെ 2 6 ഉണ്ട്, 3 5 ഉണ്ട്, 2 4 ഉണ്ട്. അതിന് സിംഗിൾ പവർ ആയിട്ട് എഴുതാം. എന്ത് ചെയ്താൽ മതി? ഇതിന്റെ എക്സ്പോണൻസ് മൾട്ടിപ്ലൈ ചെയ്താണ്. അതാണ് നമ്മളിന്ന് പഠിച്ചത്. പവർ ഓഫ് എ പവർ ആണെങ്കിൽ എക്സ്പോണൻസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഇത് ഹോംവർക്ക് ആയിട്ട് ചെയ്യാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് ഈച്ച് ഓഫ് ദീസ് ആസ് പവേഴ്സ് ഓഫ് ഡിഫറെന്റ് നമ്പേഴ്സ്. ഒരു നമ്പറിന്റെ പവർ ആയിട്ട് തന്നിട്ട് അത് മറ്റു പല നമ്പേഴ്സിന്റെ പവേഴ്സ് ആയിട്ട് എഴുതണം. പവേഴ്സ് ആയിട്ട് എഴുതാനാണ് നമ്മൾ പഠിച്ചത്. മനസ്സിലായിട്ടില്ലേ? 2 raised to 8, 3 raised to 6, 4 raised to 12. എന്ത് വേണം? 8ന്റെ 6ന്റെ 12ന്റെ ഒക്കെ ഫാക്ടേഴ്സ് എഴുതിയിട്ട് ഓരോ നമ്പറിനെ എഴുതിയിട്ട് മറ്റു പല നമ്പേഴ്സിന്റെയും പവേഴ്സ് ആയിട്ട് എഴുതാം. ഇതും ഹോംവർക്ക് ആയിട്ട് ചെയ്യും. 2 ക്വസ്റ്റ്യൻ ആണ് ഇന്ന് പഠിച്ചത്. ഒന്ന് പവറിനെ സിംഗിൾ പവർ ആക്കുക, അടുത്തത് ഒരു പവർ ഉള്ള നമ്പറിനെ മറ്റു പല നമ്പേഴ്സിന്റെയും പവേഴ്സ് ആയിട്ട് എഴുതാം.